ഹായ്, ഏറെ രസകരമായ ഒരു ചലച്ചിത്രം എമിലി ദ ക്രിമിനൽ. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് ഒരു കമ്പനിയിൽ ജോബ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എമിലി എന്നാണ് അവളുടെ പേര്. കഠിനാധ്വാനിയായ ഒരു സ്ത്രീയാണ് അവൾ. പകുതിക്ക് വെച്ച് നിന്നുപോയതിന്റെ കോളേജ് പഠനത്തിനായി അവൾ $70,000 കടമെടുത്തിരുന്നു. ആ കടം അവൾക്ക് വീട്ടാനുണ്ട്. അതുകൊണ്ടായിരുന്നു അവൾ അത്രയും കഠിനമായി ജോലി നോക്കിക്കൊണ്ടിരുന്നത്. കോളേജ് കാലത്ത് കാമുകനെ ഉപദ്രവിച്ചതിന് എമിലി ജയിലിൽ പോയി. കാമുകൻ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ പോലീസിനെ വിളിച്ചതായിരുന്നു അതിന് കാരണം. അതുകൊണ്ട് തന്നെ എമിലിക്ക് പിന്നീട് നല്ലൊരു ജോലി കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായി മാറി. അഭിമുഖത്തിന് ശേഷം അവൾ അവിടെ നിന്നും ഇറങ്ങി. നിലവിൽ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ ഭക്ഷണ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ് എമിലിയുടെ പ്രധാന ജോലി. എന്നാൽ ആ ശമ്പളം അവളുടെ കടങ്ങൾ വീട്ടാനൊട്ടും തികയുമായിരുന്നില്ല. ഒരു ദിവസം ഓഫീസുകളിൽ ഭക്ഷണം ഡെലിവറി ചെയ്ത ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവൾ. അപ്രതീക്ഷിതമായി തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ എമിലി കണ്ടുമുട്ടി. അന്ന് രാത്രിയിലെ തന്റെ ഷിഫ്റ്റിൽ പകരം ജോലി ചെയ്യാമോ എന്നയാൾ എമിലിയോട് ചോദിച്ചു. അതിന് പകരമായി ഒരു ജോലിയുടെ ലിങ്ക് അവൻ അവൾക്ക് നൽകി. ആ ജോലി നൽകുന്നത് നിയമപരമായ ഒരു കമ്പനിയല്ല എന്ന് കേട്ടപ്പോ എമിലി ആദ്യമൊന്നും മടിച്ചെങ്കിലും പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് അവൾ ആ ഓഫർ സ്വീകരിച്ചു. അവളുടെ വീട്ടിൽ എമിലി തനിച്ചല്ല താമസിച്ചിരുന്നത്. അവൾ അവളുടെ 2 സഹോദരങ്ങൾക്കൊപ്പമാണ് അവിടെ നിൽക്കുന്നത്. ജോലി ചെയ്യേണ്ട സമയം അടുത്തു എന്ന് മനസ്സിലാക്കിയതും എമിലി പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ രാത്രിയിലെ ഓർഡറുകൾക്കായി അവൾ വഴിയരികിൽ കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് അവൾ ഒരു പേപ്പറിൽ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ചിത്രരചന എമിലിയുടെ ഒരു ഹോബിയാണ്. മാത്രമല്ല ഉച്ചയ്ക്ക് സഹപ്രവർത്തകൻ തന്ന ജോലി ഓഫറിനെ കുറിച്ച് അവൾ ആലോചിക്കുകയും ചെയ്തു. പെട്ടെന്നെന്തോ തോന്നി ആ നമ്പറിലേക്ക് ഉടൻ തന്നെ അവൾ വിളിച്ചു. അധികം വൈകാതെ ആ നമ്പറിൽ നിന്നും അവൾക്കൊരു മറുപടി സന്ദേശം ലഭിച്ചു. പിറ്റേ ദിവസം ഒരു സ്ഥലത്തേക്ക് എത്താനായിരുന്നു ആ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് മറ്റു ഓർഡറുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ എമിലി തന്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ പോയി. തന്റെ കടങ്ങൾ വീട്ടാൻ ഇപ്പോഴത്തെ ശമ്പളം ഒട്ടും തികയുന്നില്ലെന്ന സങ്കടം എമിലി അവിടെ വെച്ച് തന്റെ ഒരു സുഹൃത്തിനോട് പങ്കുവച്ചു. അവളുടെ അടുത്ത സുഹൃത്തെന്ന നിലയിൽ ലിസ് അവൾക്ക് നല്ലൊരു ജോലി നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത് എമിലിയുടെ ഹോബിയായ ചിത്രരചനയുമായി ബന്ധപ്പെട്ടതുമായിരുന്നു. അതിനുശേഷം അവർ തെരുവിൽ വെച്ച് നല്ല രീതിയിൽ മദ്യപിച്ചു. പിറ്റേ ദിവസം എമിലി മറ്റൊരു ജോബ് ഇന്റർവ്യൂവിനായി ഒരു ഓഫീസിലെത്തി. സാധാരണയായി ചോദിക്കാറുള്ള പരമ്പരാഗത ചോദ്യങ്ങളായിരിക്കും അവിടെയും നേരിടേണ്ടി വരിക എന്നായിരുന്നു എമിലി ആദ്യം കരുതിയത്. സുഹൃത്ത് പറഞ്ഞ തലേ ദിവസം വിളിച്ച അതേ ഇടമായിരുന്നു അത്. എന്നാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. കാരണം അവിടെ വന്നവർക്കൊക്കെ തങ്ങളെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യോസഫ് എന്നു പേരുള്ള ഒരാൾക്ക് അവരോട് സംസാരിക്കാൻ തീരെ താല്പര്യം പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എമിലിയുടെ ഐഡി വാങ്ങി അവനൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എന്തിനാ എടുക്കുന്നതെന്ന് പോലും എമിലിയോട് പറഞ്ഞില്ല. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികളും പൂർത്തിയായ ശേഷം യോസഫ് അവിടുത്തെ ജോലി രീതിയെക്കുറിച്ച് എമിലിക്ക് വിവരിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ കാർഡിംഗ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യാജ ഉപഭോക്താവ് അഥവാ ഒരു സഹായിയുടെ ജോലിയാണ് എമിലിക്ക് ലഭിച്ചിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ മറ്റൊരാളുടെ ATM കാർഡ് വ്യാജമായി നിർമ്മിച്ച് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇഷ്ടാനുസരണം പണം തട്ടിയെടുക്കുന്ന ഒരു നിയമവിരുദ്ധ ജോലിയാണ് കാർഡിംഗ്. ആ സംഘം എമിലിക്ക് കാർഡ് കൊടുക്കും. എമിലി ആ കാർഡ് ഉപയോഗിക്കണം. അതുമാത്രമേ എമിലിയുടെ ജോലിയുള്ളൂ. എമിലി അറിഞ്ഞിരിക്കേണ്ട ചില നിബന്ധനകളും ജോലിയിൽ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഒരാഴ്ചയിൽ ഒരു കടയിൽ നിന്ന് ഒരു തവണ മാത്രമേ എമിലി സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ എന്നാണ്. കാരണം കടക്കാർക്ക് അവരുടെ തട്ടിപ്പല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടുകയും ചെയ്യാം. പക്ഷേ എമിലി ആ ജോലി ചെയ്താൽ അതിൽ ലഭിക്കുന്ന പ്രതിഫലം വളരെയധികം ആകർഷകമായിരുന്നു. ഒരു മണിക്കൂറിന് $200 കിട്ടും. ആദ്യം ആ വ്യാജ കാർഡ് പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ എമിലിക്ക് സംശയമുണ്ടായിരുന്നെങ്കിൽ കൂടിയും റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ അവൾ തയ്യാറായി. എല്ലാം വിവരിച്ചു കൊടുത്ത ശേഷം എമിലിയെയും മറ്റു തൊഴിലാളികളെയും ഉടൻ തന്നെ അവർ ജോലിക്കായിട്ട് അയച്ചു. കുറച്ചു സമയത്തിനു ശേഷം എമിലി അത്യാവശ്യം വലിയൊരു ഇലക്ട്രോണിക് കടയിൽ എത്തിച്ചേർന്നു. ഇത്തവണ എമിലിക്ക് ലഭിച്ച ചുമതല $2000 വില വരുന്ന ഒരു TV അവിടെ നിന്ന് വാങ്ങുക എന്നതായിരുന്നു. കാർഡ് സ്വൈപ്പ് ചെയ്തു വേണം വാങ്ങാൻ. എമിലി അത് ആദ്യമായിട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ കാഷ്യർക്ക് പണം എടുത്തു നൽകുമ്പോൾ അവൾ വളരെ പരിഭ്രാന്തിയിലും ഭയത്തിലുമായിരുന്നു. കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നതിനിടയിൽ താൻ പണം നൽകാത്ത ഒരു തൊപ്പി കയ്യിൽ വെച്ചിട്ടുണ്ട് എന്ന കാര്യം പോലും എമിലി മറന്നുപോയി. അതുകൊണ്ട് അവൾ സാധനം വാങ്ങി പുറത്തേക്കിറങ്ങിയതും പാർക്കിംഗ് ഏരിയയിൽ വെച്ച്
ധരിച്ച് സെക്യൂരിറ്റി ഗാർഡ് അവളുടെ അടുത്തേക്ക് വന്നു. അക്ഷരാർത്ഥത്തിൽ എമിലി ഭയപ്പെട്ടിരുന്നു. ഭാഗ്യവശാൽ യോസഫ് അവിടെ ഉണ്ടായിരുന്നു. അയാളെത്തി ആ തൊപ്പി തിരികെ വാങ്ങിക്കൊടുത്ത് കാര്യങ്ങൾ ഒതുക്കി തീർത്തു. എന്തായാലും എമിലിയുടെ ആദ്യത്തെ ദൗത്യം വിജയകരമായി പൂർത്തിയായി. യോസഫ് ഉടൻ തന്നെ ആദ്യത്തെ $200 എമിലിക്ക് നൽകി. മാത്രമല്ല അടുത്ത ദൗത്യത്തിനായി ബന്ധപ്പെടാൻ യോസഫ് അവൾക്ക് ഒരു മൊബൈൽ ഫോണും ചാർജറും കൊടുത്തു. പിറ്റേ ദിവസം എമിലി പതിവ് പോലെ ജോലിക്ക് പോയി. ഒരു കമ്പനിയിലെ ജീവനക്കാർക്ക് ഭക്ഷണം ഡെലിവറി ചെയ്യുകയായിരുന്നു അവൾ. എന്നാൽ ലിഫ്റ്റ് കേടായതിനെ തുടർന്ന് അവൾക്കും ബിസിനസ് പാർട്ട്ണർക്കും എമർജൻസി സ്റ്റെപ്പുകൾ കയറി പോകേണ്ടി വന്നു. തൽഫലമായി ഭക്ഷണ സാധനങ്ങൾ അല്പം കേടുപാടുകൾ സംഭവിച്ചു. എന്തായാലും ഭക്ഷണം ഡെലിവർ ചെയ്ത ശേഷം എമിലി ബാത്റൂമിൽ പോയി. തന്റെ ബാഗ് വൃത്തിയാക്കുന്നതിനിടയിൽ യോസഫ് തന്ന ഫോൺ എടുത്തു നോക്കി. എന്നാൽ കോളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ ആ ഫോൺ വേസ്റ്റ് കുട്ടയിലേക്ക് എറിഞ്ഞു. എന്നാൽ തൊട്ടു പിന്നാലെ ആ ഫോൺ ബെല്ലടിച്ചു. അടുത്ത കോൾ വന്നിരിക്കുന്നു. എമിലി ഉടൻ തന്നെ ഫോൺ കയ്യിലെടുത്ത് സംസാരിച്ചു. ആ സമയത്ത് അവൾ ഡെലിവറി ജോലിയുടെ ലഞ്ച് ബ്രേക്കിലായിരുന്നു. ജോലിയിൽ തുടരേണ്ടതായിരുന്നുവെങ്കിലും എങ്ങനെങ്കിലും അവിടെ നിന്ന് പോകാൻ അവൾ ആഗ്രഹിച്ചു. ഇതിന്റെ പേരിൽ തനിക്ക് ജോലിയിൽ നിന്നും സസ്പെൻഷൻ കിട്ടും എന്നും അവൾക്കറിയാമായിരുന്നു. എങ്കിലും അവൾ അത് കാര്യമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ യോസഫ് ഒരു വാനുമായി വന്ന് എമിലിയെ കൂട്ടിക്കൊണ്ടുപോയി. ഇത്തവണ എമിലി ഒരു വലിയ ഇടപാടായിരുന്നു നടത്താൻ പോകുന്നത്. യോസഫ് കാര്യങ്ങൾ വിശദീകരിച്ചു. അവൾക്ക് ഒരു ആഡംബര BMW കാർ ഡീലറിൽ നിന്നും കാർ വാങ്ങണം. കാർഡ് സ്വൈപ്പ് ചെയ്ത ശേഷം അവൾക്കാകെ 8 മിനിറ്റ് മാത്രമേ സമയം കിട്ടൂ. അതാണ് അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. വലിയ തുകയായതുകൊണ്ട് കടയുടമ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് പരിശോധിക്കും. കടയുടമയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നി 8 മിനിറ്റിൽ കൂടുതലെടുത്താൽ എമിലി തീർച്ചയായും കുടുങ്ങും. ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക് അത് ചെയ്യാതിരിക്കാൻ എമിലിക്ക് കഴിയില്ലായിരുന്നു. അവൾ കൂടുതൽ ആലോചിക്കാതെ യോസഫ് പറഞ്ഞ കടയിലേക്ക് നേരിട്ട് ചെന്നു. കടയിലെത്തിയപ്പോ എമിലിയുടെ മുഖഭാവം വളരെ വിറങ്ങലിച്ചതും പിരിമുറുക്കം നിറഞ്ഞതുമായി കാണപ്പെട്ടിരുന്നു. കാരണം 2 പുരുഷന്മാർ അവളോട് ആ കാറിടപാടിനെ കുറിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം പെട്ടെന്ന് തീർക്കാനുള്ള ധൃതിയിൽ കാറൊന്ന് കാണാൻ പോലും എമിലി കൂട്ടാക്കിയില്ല. ഇത് കേട്ടപ്പോ കടയുടമയ്ക്ക് ആദ്യം ചെറിയൊരു സംശയം തോന്നി. എങ്കിലും എമിലി എങ്ങനെയൊക്കെയോ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. കാർഡ് സ്വൈപ്പ് ചെയ്ത ശേഷം എമിലി ഘടികാരത്തിലേക്ക് നോക്കി. തനിക്കിനി എത്ര സമയം ബാക്കിയുണ്ടെന്ന് കണക്കുകൂട്ടി. എന്നാൽ നിർഭാഗ്യവശാൽ കാർ നൽകുന്നതിന് മുമ്പ് എമിലിയോട് ഒരു ഫോം പൂരിപ്പിച്ചു നൽകാൻ കടയുടമ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് കൂടുതൽ സമയമെടുത്തു. എമിലിയെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോ പെട്ടെന്ന് കടയുടമ ജീവനക്കാരനെ വിളിച്ച് വ്യാജ പേയ്മെന്റിന്റെ കാര്യം സ്ഥിരീകരിക്കാൻ എമിലിയെ വീണ്ടും ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം ആ ജീവനക്കാരൻ എമിലിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ എമിലി പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടി അവിടെ നിന്നും അമിത വേഗതയിൽ പാഞ്ഞുപോയി. അവർ പിന്നാലെ വെച്ചുപിടിച്ചു. അപ്പോഴതാ പെട്ടെന്നൊരു ട്രക്ക് റോഡിന് കുറുകെ വന്ന് വഴി തടഞ്ഞിരിക്കുന്നു. പുറകെ ജീവനക്കാരൻ പിന്തുടർന്ന് വരുന്നത് കണ്ട് എമിലി ഉടൻ തന്നെ കാറിൽ നിന്നിറങ്ങി അവന്റെ മുഖത്തേക്ക് മുളകുപൊടി ലായനി സ്പ്രേ ചെയ്തു. ആ പിന്തുടരിൽ നിന്നും രക്ഷപ്പെട്ട എമിലി ഉടൻ തന്നെ കാർ യോസഫിന് കൈമാറി തന്റെ $2000 പ്രതിഫലം ആവശ്യപ്പെട്ടു. ഈ ജോലി ഇത്രയധികം അപകടം പിടിച്ചതാണെന്ന് എമിലി അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അവളുടെ മൂക്കിൽ നിന്ന് ചോര പോലും വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് സങ്കടം തോന്നിയ യോസഫ് എമിലിയെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. വീട്ടുപടിക്കലെത്തിയപ്പോ അവളുടെ പരിക്കുകൾ മാറ്റാൻ സഹായിക്കാം എന്ന് യോസഫ് വീണ്ടും പറഞ്ഞു. ആദ്യം എമിലിക്ക് ദേഷ്യം വന്നിരുന്നു. എങ്കിലും യോസഫ് തന്നെ വളരെ ശ്രദ്ധയോടെ പരിചരിച്ചതുകൊണ്ട് അവളുടെ അവസ്ഥ മെച്ചപ്പെട്ടു. താൻ കുറച്ച് വീടുകൾ വാങ്ങാൻ പോവുകയാണെന്നും അവ പിന്നീട് വാടകയ്ക്ക് കൊടുത്ത് ഒരു സ്ഥിര നിക്ഷേപ ബിസിനസ്സാക്കി മാറ്റാനാണ് തന്റെ ഉദ്ദേശമെന്നും യോസഫ് ആ സമയം അവളോട് വിശദീകരിച്ചിരുന്നു. അടുത്ത ദിവസം എമിലി പതിവ് പോലെ ജോലിക്ക് തിരിച്ചെത്തി. എന്നാൽ ലഞ്ച് ബ്രേക്കിൽ അനുവാദമില്ലാതെ പോയതിനെ കുറിച്ച് ചോദിക്കാൻ ബോസ് അവളെ വിളിപ്പിച്ചു. എമിലിക്ക് 3 ദിവസത്തെ സസ്പെൻഷൻ ലഭിച്ചു. എങ്കിലും അവൾക്ക് വലിയ നഷ്ടമൊന്നും തോന്നിയില്ല. പെട്ടെന്നായിരുന്നു യോസഫിന്റെ കോൾ വീണ്ടും അവളെ തേടിയെത്തിയത്. യോസഫിന്റെ ഓഫീസിലെത്തിയ എമിലി അവനോട് മറ്റൊരു ജോലി കൂടി തരുമോ എന്ന് ചോദിച്ചു. യോസഫ് അവളുടെ ആഗ്രഹം നിരസിച്ചില്ല. അവിടെ വെച്ച് യോസഫ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ് നമ്പറുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു വ്യാജ ATM കാർഡ് നിർമ്മിക്കാം എന്ന് അയാൾ എമിലിയെ പഠിപ്പിച്ചു. അതിന്റെ ഫീസ് എത്രയാണെന്ന് എമിലി ചോദിച്ചെങ്കിലും യോസഫ് അത് നേരിട്ട് പറഞ്ഞില്ല. പകരം ഒരാഴ്ചത്തേക്ക് $5000 വരെയുള്ള സാധനങ്ങൾ വാങ്ങി അത് പണമാക്കി മാറ്റാൻ അവൻ എമിലിയോട് ആവശ്യപ്പെട്ടു. നിബന്ധനകൾ ലളിതമായിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരേ കടയിൽ നിന്ന് വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ അവൾ ഓരോ തവണയും വ്യത്യസ്ത കടകളിൽ പോകണം. എന്തായാലും അവിടെ നിന്നും കാർഡ് പ്രിന്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഉപകരണങ്ങളും വാങ്ങുന്ന സാധനങ്ങൾ എവിടെയാണ് വിൽക്കേണ്ടത് എന്ന വിവരങ്ങളുമായി എമിലി വീട്ടിലേക്ക് മടങ്ങി.
പിറ്റേ ദിവസം തന്നെ എമിലി രംഗത്തിറങ്ങി ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ എമിലി തന്റെ ഈ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. അതേസമയം രാവിലെ കാറ്ററിംഗ് ഡെലിവറി ജോലിയും അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. എമിലിയുടെ ഈ പ്രവൃത്തികൾ എമിലിക്ക് നല്ലൊരു നേട്ടമുണ്ടാക്കി കൊടുത്തു. സമ്പാദിച്ച പണം സൂക്ഷിച്ചു വെക്കാൻ അവൾ ഒരു സേഫ് ലോക്കർ പോലും വാങ്ങി. അതിനിടയിൽ ലിസ് അവളെ കാണാൻ വന്നു. തന്റെ വളർത്തുനായിയെ 2 ആഴ്ചത്തേക്ക് നോക്കാമോ എന്ന തരത്തിൽ ചോദിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എമിലി യോസഫിന്റെ അടുത്ത് ചെന്ന് അവന്റെ വിഹിതം നൽകി. ഈ ജോലിയിൽ നിന്നും $10,000 സ്വന്തമാക്കാൻ എമിലിക്ക് സാധിച്ചിരുന്നു. എന്നാൽ യോസഫ് എമിലിയുമായി ചേർന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങൾ അവന്റെ ബിസിനസ് പങ്കാളി കൂടിയായ ഖലീൽ അറിഞ്ഞിരുന്നില്ല. യോസഫ് തനിക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നും കൂടുതൽ ലാഭം കൊയ്യുന്നുണ്ടെന്നും ഖലീലിനതോടെ സംശയം തോന്നി തുടങ്ങി. രാത്രിയിൽ വീട്ടിലിരിക്കുകയായിരുന്ന എമിലിക്ക് ഒരു സാധനം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഒരാളുടെ ഫോൺ കോൾ വന്നു. ഇടപാട് എമിലിയുടെ വീട്ടിൽ വെച്ച് നടത്താമെന്ന് ആ കസ്റ്റമർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കാർഡിംഗ് ലോകത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. കാരണം സ്വന്തം താമസ സ്ഥലത്ത് വെച്ച് യാതൊരു ഇടപാടുകളും നടത്താൻ പാടുള്ളതല്ല. പക്ഷെ അധികം വൈകാതെ ആ കസ്റ്റമർ വീട്ടിലെത്തി. സംശയിച്ചതുപോലെ തന്നെ അയാൾക്ക് വേണ്ടത് ആ സാധനമായിരുന്നില്ല. പകരം എമിലി അത്രയും കാലം സൂക്ഷിച്ചു വെച്ച പണമായിരുന്നു. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ അവൾ കൊള്ളയടിക്കപ്പെട്ടു. എമിലിയുടെ സേഫിൽ നിന്നും $10,000 ആയിരുന്നു ആ കൊള്ളക്കാരൻ കവർന്നത്. എന്നാൽ എമിലി അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഷോക്ക് ഉപകരണം അഥവാ സ്റ്റൺ ഗൺ എടുത്ത് അവൾ കൊള്ളക്കാരന്റെ കാറിനടുത്തേക്ക് ചെന്ന് അയാൾ ബോധം കെട്ടു വീഴുന്നതുവരെ ഷോക്ക് അടുപ്പിച്ചു. മാത്രമല്ല അവൾ ആ കൊള്ളക്കാരന്റെ ID കാർഡും കൈക്കലാക്കി. അതുകൊണ്ട് അയാൾക്ക് ഇനി എങ്ങോട്ടും ഓടിപ്പോകാനും കഴിയില്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ തന്റെ പണം വിജയകരമായി എമിലി തിരിച്ചു പിടിച്ചു. ശേഷം അവൾ ലിസിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് പാർട്ടിക്ക് പോയി. അവിടെ വെച്ച് ലിസിന്റെ കമ്പനിയിലെ പ്രശസ്തരായ ചില കലാകാരന്മാർക്കും ആർട്ടിസ്റ്റുകൾക്കും ലിസ് അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അവൾ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല. പെട്ടെന്ന് യോസഫ് അവിടേക്ക് വരികയും ലിസുമായി പരിചയപ്പെടുകയും ചെയ്തു. എമിലിക്ക് അവിടെ അധികമാരെയും അറിയില്ലാത്തതുകൊണ്ടും എമിലിയെ നല്ല രീതിയിൽ അറിയുന്നവർ കുറവായതുകൊണ്ടും താൻ അവളുടെ കാമുകനാണെന്ന് അഭിനയിക്കാം എന്ന് യോസഫ് പറഞ്ഞിരുന്നു. പിന്നീട് ലിസ് എമിലിയോട് സംസാരിച്ചു. എമിലിക്ക് ഒരു അസിസ്റ്റന്റ് ഡിസൈനർ ജോലി ശരിയാക്കി തരാൻ പറ്റും എന്ന കാര്യം അവൾക്കരികിൽ പങ്കുവച്ചു. അതിനുശേഷം ലിസ് തന്റെ ബോസുമായി ബന്ധപ്പെട്ടു. രണ്ടുപേരും വളരെ സന്തോഷവതികളായി കാണപ്പെട്ടിരുന്നു. എമിലിക്ക് നിയമപരമായ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. എന്നാലേ അവളുടെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാൻ പറ്റൂ. പാർട്ടി കഴിഞ്ഞ ശേഷം യോസഫ് എമിലിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. മാത്രമല്ല അന്ന് രാത്രി യോസഫ് എമിലിക്കൊപ്പം ആ വീട്ടിൽ താമസിക്കുകയും അവർക്കിടയിൽ ശാരീരികമായ അടുപ്പമുണ്ടാവുകയും ചെയ്തു. പിറ്റേ ദിവസം എമിലി ജോലി കഴിഞ്ഞു വന്നപ്പോ താൻ വാങ്ങാൻ പോകുന്ന വീടുകൾ കാണാൻ യോസഫ് അവളെ ക്ഷണിച്ചു. താൻ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു പുരുഷനാണെന്ന് കാണിക്കാനായിരുന്നു അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എമിലിക്ക് യോസഫിനോട് വലിയ ബഹുമാനവും അവനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും തോന്നി. പിന്നീട് ഒരു ദിവസം യോസഫ് എമിലിയെ തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യോസഫിന്റെ അമ്മ എമിലിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവർ തമ്മിൽ ചിരിച്ചു സംസാരിച്ചു. എന്നാൽ പെട്ടെന്നാണ് ആ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ വന്നത്. അത് ഖലീലിന്റെ ആളുകളായിരുന്നു. യോസഫിന്റെ അമ്മ അടുക്കളയിലേക്ക് പോയ സമയം നോക്കി എമിലി സ്ഥിരമായി പോകാറുള്ള ഒരു കടയിലെ CCTV ദൃശ്യങ്ങൾ ഖലീൽ അവരെ കാണിച്ചു കൊടുത്തു. എമിലി ഒരാഴ്ചയിൽ ഒരേ കടയിൽ 2 തവണ കയറി സാധനങ്ങൾ വാങ്ങി അവിടുത്തെ നിയമം ലംഘിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ വാർത്തകളിൽ വരികയും വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. അവർ കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ യോസഫിന്റെ അമ്മ അങ്ങോട്ടേക്ക് എത്തി. അതോടെ ആ ഡിസ്കഷൻ അവിടെ തീർന്നു. പിറ്റേ ദിവസം അഭിമുഖത്തിൽ പങ്കെടുക്കാൻ എമിലി ലിസിന്റെ ഓഫീസിലേക്ക് പോയി. എന്നാൽ അവിടെ അവൾക്ക് നേരിടേണ്ടി വന്നത് ഒരു സാധാരണ അഭിമുഖമായിരുന്നില്ല. ജോലി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് എമിലിക്ക് നേരത്തെ തന്നെ ഒരു വിവരണം നൽകിയിരുന്നു. ഉച്ചഭക്ഷണ സമയമായപ്പോ എമിലി യോസഫിനെ കാണാൻ ചെന്നു. എന്നാൽ ഇത്തവണ യോസഫ് സാധാരണ നിലയിലായിരുന്നില്ല. അവന്റെ മുഖമാകെ രക്തം പടർന്നു കിടന്നിരുന്നു. അവൻ കടുത്ത ദേഷ്യത്തിലുമായിരുന്നു. അവിടെ നിന്നുടൻ തന്നെ പോകാൻ അവൻ എമിലിയോട് ആവശ്യപ്പെട്ടു. അവരൊന്നിച്ച് എമിലിയുടെ വീട്ടിലെത്തി. ശേഷം യോസഫ് പറഞ്ഞു താൻ 3 വർഷം കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത കാർഡിംഗ് ബിസിനസ്സിൽ നിന്നും ഖലീൽ തന്നെ പുറത്താക്കി. ചില കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 5 മാസമായി യോസഫിന് ഖലീൽ ശമ്പളം പോലും കൊടുത്തിരുന്നില്ല. ഖലീൽ യോസഫിനെ വഞ്ചിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ചില തർക്കങ്ങൾ നടന്നു. എല്ലാത്തിനും ശേഷം വിറ്റുപോകാത്ത സാധനങ്ങളും പണവും സൂക്ഷിച്ചിരിക്കുന്ന കാർഡിംഗ് വെയർഹൗസ് കൊള്ളയടിക്കാൻ യോസഫ് തീരുമാനിച്ചു. ഖലീൽ അത് മാറ്റുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സമ്പാദ്യം മുഴുവൻ കവരണം എന്നായിരുന്നു യോസഫിന്റെ ആഗ്രഹം. പിറ്റേ ദിവസം അത് ചെയ്യാനായിരുന്നു അവന്റെ പ്ലാൻ.
അടുത്ത ദിവസം രാവിലെ യോസഫിനൊപ്പം ഉണർന്ന എമിലി അന്ന് ലിസിന്റെ ബോസുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ദിവസമാണെന്ന കാര്യം ഓർത്തു. എമിലി ഉടൻ തന്നെ ലിസിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോ എമിലിക്ക് വലിയ പരിഭ്രാന്തി തോന്നി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോളേജ് കാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോസ് അവളോട് ചോദിച്ചു. അവൾ എങ്ങനെ ആ കേസിൽ കുടുങ്ങി എന്നതിന്റെ വിശദവിവരങ്ങൾ പറയാനും ബോസ് ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് പെട്ടെന്ന് ചോദ്യം വന്നപ്പോ എമിലിക്ക് വല്ലാതെ ദേഷ്യം വന്നു. പ്രത്യേകിച്ചും ആദ്യത്തെ 6 മാസത്തേക്ക് അവൾക്ക് ശമ്പളമൊന്നും ലഭിക്കില്ല എന്നാ ബോസ് പറഞ്ഞപ്പോ ആ ദേഷ്യം കനത്തു. അവൾ ഉടൻ തന്നെ അവിടെ നിന്നും ഇറങ്ങി നേരെ യോസഫിന്റെ അടുത്തേക്ക് പോയി. കണ്ടുമുട്ടിയ ഉടൻ തന്നെ അവർ നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ നടപ്പിലാക്കാനായി നേരെ ഓഫീസിലേക്ക് തിരിച്ചു. അവിടെയുള്ള സ്വത്തുക്കൾ കൈക്കലാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഓഫീസിലെത്തിയവർ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ശൂന്യമായ അലമാരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പണമൊന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ യോസഫ് മറ്റൊരു ഓഫീസിലേക്ക് കൂടി പോയി. ഫലം പക്ഷേ ഒന്നു തന്നെയായിരുന്നു. അവിടെയും തീർന്നില്ല. ഖലീലുമായി ചേർന്ന് തനിക്കൊരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടെന്ന കാര്യം യോസഫ് ഓർത്തെടുത്തു. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, അത് പരിശോധിച്ചപ്പോ ഖലീൽ ആ അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിച്ചതായി യോസഫ് തിരിച്ചറിഞ്ഞു. ആ നിമിഷം തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് യോസഫ് മനസ്സിലാക്കുക കൂടിയായിരുന്നു. അതേസമയം തന്നെ താൻ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന വീടിന്റെ അഡ്വാൻസ് തുക അടയ്ക്കാനുള്ള ബില്ലും അവന് ലഭിച്ചു. യോസഫ് പെട്ടെന്ന് നിശബ്ദനാവുകയും തന്റെ ദേഷ്യം മുഴുവൻ എമിലിയോട് തീർക്കുകയും ചെയ്തു. എമിലി കാർഡ് ഷോപ്പിലെ നിയമം ലംഘിച്ച് ആഴ്ചയിൽ 2 തവണ ഒരേ കടയിൽ കയറിയതാണ് ഇതിനെല്ലാം കാരണം എന്നവൻ കുറ്റപ്പെടുത്തി. എന്നാൽ എമിലിയും വിട്ടുകൊടുത്തില്ല. ഖലീൽ യോസഫിന്റെ പണം മുഴുവൻ തട്ടിയെടുക്കുമ്പോഴും യോസഫ് മിണ്ടാതിരുന്നതിനെ അവൾ കുറ്റപ്പെടുത്തി. ആ തർക്കത്തിനിടയിൽ എമിലി തന്റെ ഉള്ളിലെ ക്രിമിനൽ ബുദ്ധി പുറത്തെടുക്കുകയും അതുപയോഗിച്ച് യോസഫിന്റെ ചിന്താഗതിയെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തു. ഖലീലിനോട് പ്രതികാരം ചെയ്യാനാണ് യോസഫ് ആദ്യം ആഗ്രഹിച്ചത്. പിന്നാലെ തങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ അവർ ഖലീലിന്റെ താമസ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. രാത്രിയായപ്പോ ഇരുവരും ഖലീലിന്റെ വീട്ടുപടിക്കൽ എത്തിച്ചേർന്നു. എമിലിയായിരുന്നു ആദ്യം രംഗത്തിറങ്ങിയത്. ഖലീൽ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിച്ചതാണെന്ന വ്യാജേന അവൾ വാതിലിൽ ചെന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ് പുറത്തേക്ക് വന്നതും എമിലി തന്റെ സ്റ്റൺ ഗൺ ഉപയോഗിച്ച് അയാൾ ബോധം കെട്ടു വീഴുന്നതുവരെ ഷോക്ക് അടിപ്പിച്ചു. അവിടെയും തീർന്നില്ല. എമിലി ആ ഗാർഡിന്റെ ഫോൺ എടുത്ത് മറ്റു ഗാർഡുകളെ ബന്ധപ്പെട്ടു. വീട്ടിലുള്ള മറ്റു ഗാർഡുകളെല്ലാം പുറത്തേക്ക് പോകാനും വീട്ടിൽ ഖലീൽ മാത്രം അവശേഷിക്കാനും വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ പ്രവർത്തിച്ചത്. അത് യോസഫിനും എമിലിക്കും ഖലീലിനെ നേരിടാൻ കാര്യങ്ങൾ എളുപ്പമാക്കുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അകത്ത് കയറി പരിശോധിച്ചപ്പോ ഖലീലിന്റെ മുറിയിൽ ആരെയും കണ്ടില്ല. പെട്ടെന്ന് ഖലീൽ പുറത്തേക്ക് വരികയും യോസഫിനെ അടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. എമിലി അവിടെയാകെ ഒറ്റയ്ക്കായി നിന്നു. ആദ്യം ഖലീലിന് മുന്നിൽ എമിലിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ പതറിപ്പോയി. പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ ഒരു കട്ടർ ഇരിപ്പുണ്ടെന്ന കാര്യം അവൾ ഓർത്തു. അവൾ ഉടൻ തന്നെ ആ കട്ടർ എടുത്ത് ഖലീലിനെ കുത്തി വീഴ്ത്തി. കാര്യങ്ങൾ അങ്ങനെ എമിലിയുടെ നിയന്ത്രണത്തിലായി. അടുക്കളയിലെ ഫ്രിഡ്ജിലാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊടുവിൽ ഖലീൽ അവളോട് പറഞ്ഞു. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എവിടെയാണെന്ന് പറയൂ, ഞാൻ നിന്നെ വിടാം. ഞാൻ 3 വരെ എണ്ണും എന്നായിരുന്നു എമിലി പറഞ്ഞത്. പണമെടുത്ത ശേഷം എമിലി മുകളിലേക്ക് വന്ന് ഖലീലിന് ആംബുലൻസ് വിളിക്കാനായി ഒരു ഫോൺ നൽകി. പിന്നാലെ യോസഫിനെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ യോസഫിന്റെ കാറിന്റെ താക്കോൽ എവിടാണെന്ന് കണ്ടെത്താൻ എമിലിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും യോസഫ് മരണാസന്നനായി കഴിഞ്ഞിരുന്നു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് പോലീസ് വരുന്നതിന് മുമ്പ് യോസഫിനെ അവിടെ ഉപേക്ഷിച്ച് പണക്കെട്ടുമായി രക്ഷപ്പെടാൻ എമിലി തീരുമാനിച്ചു. അങ്ങനെ എമിലി ആ പണവുമായി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ എമിലിയുടെ വീട്ടിലെത്തിച്ചേർന്നു. എന്നാൽ ഭാഗ്യത്തിന് എമിലി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ എമിലിയുടെ ദൃശ്യം വ്യക്തമാകുന്നു. എമിലി മറ്റൊരു നാട്ടിൽ ഒരു കടൽ തീരത്തിരുന്ന് തന്റെ അവധിക്കാലം ആഘോഷിക്കുകയാണ്. കഥയുടെ അവസാനത്തിൽ എമിലി വീണ്ടും കാർഡിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതായി ദൃശ്യമാകുന്നു. പക്ഷേ ഇപ്പോൾ എമിലിയാണ് ബോസ്. അവളെ തന്റെ പ്രസ്ഥാനത്തിലേക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ 2ാം ഭാഗത്തിന് തുടക്കമിട്ട് കൊടുത്തുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് രസകരമായ ഈ ഒരു ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.